ബാഹുലയൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബാഹുലയൻ, വെരി ഗുഡ് മോർണിംഗ്, നമസ്കാരം, ചതയദിന ആശംസകൾ. ഓക്കെ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ശരിക്കും BJP ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതും രാമനവമി ആഘോഷിക്കുന്നതും ഒക്കെ BJP പാർട്ടി നേരിട്ടാണല്ലോ, ശ്രീഗോകുലം ഗണേശ നിമജ്ജനമാണെങ്കിലും ഒക്കെ. അപ്പൊ ഈ വിഷയത്തിൽ ഒരു സംഘടന ഏൽപ്പിച്ചു, OBC മോർച്ച ഏൽപ്പിച്ചു എന്നതിലാണോ താങ്കളുടെ ഒരു പരിഭവം ഉള്ളത്? താങ്കൾ രാജിവെക്കാൻ കാരണം എന്താണ് ശ്രീ ബാഹുലയൻ? രാജിവെക്കാൻ കാരണം അത് തന്നെയാണ്. ഇത്രയും സങ്കുചിതമായി ഗുരുദേവനെ കാണുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒരു പൂർണ്ണമായി ഗുരുദേവനെ ആശ്രയിച്ചും വിശ്വസിച്ചും ജീവിക്കുന്ന എനിക്ക് നിൽക്കാൻ എങ്ങനെ സാധിക്കും? അതായത് BJP ആ അർത്ഥത്തിൽ ശ്രീനാരായണീയരെ തന്നെ അപമാനിക്കുകയായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? ശ്രീനാരായണ ഭഗവാനെ തന്നെ അപമാനിക്കുകയല്ലേ ചെയ്തത്? ഗുരുദേവൻ ഒരു 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 സങ്കുചിതമായ ഒരു അടിത്തറ അല്ലല്ലോ ഗുരുദേവനുള്ളത്. ദർശനം തന്നെ അതല്ലേ. ഈ BJP ഈഴവ വോട്ടുകൾ കൂടുതൽ ആറ്റിങ്ങലാണെങ്കിലും ശരി, ആലപ്പുഴയിലാണെങ്കിലും ശരി സ്വന്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് അങ്ങയുടെ ഈ നിലപാട് വരുന്നത്. അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ബാധിക്കുകയും ചെയ്യും. കാര്യം ഈഴവ ശ്രീനാരായണീയരെ അപമാനിക്കുന്നതാണ് BJPയുടെ നിലപാടെന്ന് അങ്ങ് തന്നെ പറയുമ്പോൾ അത് ഈഴവ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളെ വേദനിപ്പിക്കും. അല്ല, ഞാൻ എത്രയോ വർഷങ്ങളായി, എന്റെ 9 വയസ്സ് മുതൽ ഞാൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുത്തനാണ്. ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ എക്കാലവും കണ്ടിരിക്കുന്ന ദർശനമാണ് ഗുരുദേവ ദർശനം. അതിൽ അചഞ്ചലമായി തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഒരുപാട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയും ചെയ്യാം. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇല്ല. ഇവർക്ക് മോഡി പറയുന്നു ഞങ്ങളുടെ ഗവൺമെന്റ് ഗുരുദേവ ദർശനത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യം ഭരിക്കുന്നത് പറയുമ്പോ തന്നെ കേരളത്തിൽ ഇവരിങ്ങനെയല്ലേ ചെയ്യുന്നത്? ഈ വിവരം നേരത്തെ BJP സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നില്ലേ? ഇങ്ങനെ ഏൽപ്പിക്കുന്നത് ശരിയല്ല. ഇതിപ്പോ പെട്ടെന്നുണ്ടായ സംഭവമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വരെ ഇങ്ങനെയുള്ള വളരെ മോശമായ രീതിയിൽ പോയിട്ടില്ലായിരുന്നു. ഈ താങ്കളുടെ അഭിപ്രായത്തിൽ പല നേതാക്കളും പറയുന്നത് ഇപ്പൊ BJP രാജീവ് ചന്ദ്രശേഖരൻ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നായർ മേനൻ എന്ന മട്ടിലേക്ക് ഒരു സവർണാധിപത്യ പാർട്ടിയായിട്ട് BJP മാറി എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ ശ്രീ ബാഹുലയൻ? അത് ഒരർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നു. അപ്പൊ ഈ വോട്ട് മാത്രം മതി, അല്ലാതെ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പകർത്താനോ ആ ആശയങ്ങളെ പ്രാവർത്തികമാക്കാനോ BJPക്ക് താല്പര്യമില്ലെന്നാണ് ഇത് മനസ്സിലാക്കുന്നത് എന്നാണോ? അത് ഗുരുദേവ ദർശനം എന്ന് പറയുന്നത് പണ്ട് മഹാനായ മന്നത്തോത്മനം പറഞ്ഞു, നാം കേരളീയരെല്ലാം ശ്രീനാരായണീയരാണ്. അതെ. അത് എന്തുകൊണ്ടാണ് മഹാനായ പത്മനാഭൻ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? നാം ജാതീയമായി സംഘടിക്കുമ്പോഴും നമ്മളെല്ലാം സഹോദരങ്ങളാണ്. നമ്മളെല്ലാം ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കേണ്ടവരാണെന്നോ വലിയ സന്ദേശമാണ് മന്നത്തോത്മനം നൽകിയത്. അത് പറയാൻ ഇവർക്ക് സാധിക്കുമോ? അത് പറയാൻ സാധിക്കുമോ ഇവർക്ക്? നമ്മളെല്ലാം ശ്രീനാരായണീയരാണ്. ഇതിനൊരു വലിയ വില നൽകേണ്ടി വരുമോ രാഷ്ട്രീയമായി BJP? എനിക്ക് അതറിയില്ല. പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായി എനിക്കുണ്ടായ വലിയ അമർഷം ഞാൻ രേഖപ്പെടുത്തിയതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ശ്രീ ബാഹുലയൻ. മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനോ അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടോ ഇപ്പോ? ഇല്ല, അങ്ങനെ ഒരു നീക്കമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ നിലവിൽ മറ്റൊരു പാർട്ടിയിലും ഇല്ല? ഇല്ല. ഓക്കെ, അപ്പോൾ താങ്കൾ രാജിവെച്ചു. ഈ വിവരം പ്രസിഡന്റിനെ വിളിച്ചു പറയുകയായിരുന്നു അതോ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുകയായിരുന്നു? ഇല്ല, ഞാൻ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. കാരണം പെട്ടെന്ന് ഇത് കണ്ടപ്പോ, ഇങ്ങനെ ഒരു മൂവ് കണ്ടപ്പോ തന്നെ ഞാൻ തീരുമാനം എടുത്തു. ഇന്നലെ തന്നെ എന്റെ മനസ്സിലത് വന്നു. അപ്പൊ അതേ ദിനമല്ലേ, ഇന്ന് തന്നെ ആവട്ടെ എന്ന് കരുതി. ഓക്കെ, താങ്ക് യു ശ്രീ ബാഹുലയൻ. എന്തായാലും ആ നിലപാട് താങ്കൾക്ക് ബോധ്യപ്പെട്ട നിലപാടുമായി താങ്കൾ മുന്നോട്ട് പോവുക. താങ്ക് യു ശ്രീ ബാഹുലയൻ. ശ്രീ ബാഹുലയൻ